കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇവരൊക്കെ കസിൻ ബ്രദറാണോ എന്ന് ചോദിക്കും. അല്ല ഞാൻ എന്നിങ്ങനെ സുധീഷ് പറയുള്ളൂ. അപ്പോഴത്തേനും നിധി പറയാതെ സുധീഷ് അടക്കം 4 പേരും എൻ്റെ കസിൻ ബ്രദറാണെന്ന് പറയും. എന്നിട്ട് പിന്നെ അടുത്ത റൂമൊക്കെ പരിചയപ്പെടാൻ പോകുമ്പോൾ നിധി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അതിനുശേഷം അപ്പം ഇനിയന്മാർ 2 പേരും വീണ്ടും കളിയാക്കി ചിരിക്കും. എന്നിട്ട് അവരെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് സുഭാഷിനോട് പറയും, പോയിട്ട് വരട്ടെ ചേട്ടാ എന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങൾ പോലെ ഞാൻ ഭക്ഷണം കരുതിയിട്ടുണ്ടെന്ന് പറയും. അതൊന്നും സാരില്ല, ഒന്നാമത്തെ ഞാൻ ഡയറ്റിലാണ് സിദ്ധാർത്ഥ് പറയും. പിന്നെ ഇനിയൊരു ദിവസം വന്ന് ഭക്ഷണം കഴിക്കാട്ടാ എന്ന് പറയും. എന്നാൽ ജ്യൂസെങ്കിലും കുടിക്കാൻ പറയും. അപ്പോഴത്തേനും നികേഷും ഹരീഷും ജ്യൂസ് കൊണ്ടുവരും. അങ്ങനെ അവർ 3 ആളും അത് കുടിക്കും. സുധീഷ് വേഗം ഡോറ് തുറന്ന് കൊടുക്കണം നിധിക്ക് ബാക്ക് സീറ്റിലിരിക്കാൻ. സിദ്ധാർത്ഥ് ഫ്രണ്ടിലിരിക്കും, നിധി ഓടിച്ചെന്ന് എന്ത് ചെയ്യും ഫ്രണ്ടിലിരിക്കും. അത് കണ്ടോടുകൂടി സുധീഷിൻ്റെ ഗ്യാസ് വീണ്ടും പോകും. അങ്ങനെ ബാക്കിലിരിക്കുകയായിരുന്നു ഇങ്ങനെ പതുക്കനെ പറയും. പക്ഷെ മൈൻഡ് ചെയ്യൂല. സുധീഷ് തുറന്നു കൊടുത്ത ഡോറിലൂടെ നമ്മുടെ ദിവ്യം കയറി അകത്ത് കയറി അവർ പോകും. അതിന് ശേഷം സുധീഷ് വീണ്ടും വന്നു കഴിഞ്ഞിട്ട് പറയും, കണ്ട അയാൾക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ, കാരണം നോട്ടം ഭാവമൊക്കെ കണ്ടാൽ അറിയാമെന്ന് പറയും. എടാ അത് പിന്നെ ഓഫീസിലെ മാനേജറല്ലേ, നിന്നെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പരിചയപ്പെടുത്തി കൊടുക്കണത്, അല്ലെങ്കിൽ കണ്ട ബ്രദർ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെയായി എന്ന് പറയും. നമ്മുടെ അച്ഛൻ എന്ത് പറഞ്ഞു, നിങ്ങളെ ഏട്ടനെ പോലെയും ഇവരനിയന്മാരെ പോലെയും എന്നെയും അങ്ങനെ തന്നെയാണ് കാണണേന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞത് പറയും. അച്ഛൻ്റെ വാക്ക് വിശ്വസിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് നികേഷ് ദേഷ്യപ്പെടും. അല്ലെങ്കിൽ നോക്കിയേ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമോ, ഞാൻ കസിൻ ബ്രദറാണെന്ന് പറഞ്ഞു വണ്ടിയുടെ ബാക്കിലിരിക്കുന്നതിന് പകരം ഫ്രണ്ടിൽ കയറിയിരുന്ന്, ഇതൊക്കെ നോക്കിയിട്ട് എന്നോടുള്ള ദേഷ്യം അവൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് അതിലേക്ക് തന്നെ വീണ് പോകും. പ്രത്യേകിച്ച് ഒരു മാനേജറാണ്, ഓഫീസിലെ ബോസാണ്, എനിക്ക് എന്ത് ക്വാളിറ്റിനുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ സുധീഷ് ആകെ സമാധാനമില്ലാണ്ട് കരയില്. അപ്പോൾ സുഭാഷ് പറയും, മേടാ നീ ഒന്ന് സമാധാനപ്പെട്, നീ അവൾക്കൊരു സമയം കൊടുക്കുമെന്ന് പറയും. എന്ത് സമയം കൊടുക്കാൻ, ഇത് നോക്കിക്കോ ഈ ബോസിൻ്റെ മുന്നിൽ തന്നെ ഞാൻ സുധീഷ് എൻ്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറയിപ്പിക്കും എന്ന് പറയും. അവൾ ലോകത്തുള്ളവരോട് മുഴുവൻ എൻ്റെ ഭർത്താവെന്ന് പറയാറുണ്ടല്ലോ. എടാ അത് നമുക്ക് വേണ്ടിയിട്ടുണ്ടാ, ഇതിപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുണ്ട്. അവൾ ഓഫീസിൽ അവൾ എന്ത് പറയും, അതുകൊണ്ട് നീ ചിന്തിക്കണം എന്ന് പറയും. ഇത്രയും നാൾ മറ്റുള്ളവരോട് നീ ഭർത്താവ് എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിരുന്നു, നമ്മൾ അപമാനിതമാവാൻ പാടില്ല. ആ സമയത്തൊക്കെ അവൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അറിയുമോ എന്നൊക്കെ ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നിങ്ങളെല്ലാവരും അവളുടെ ഭാഗത്താണ്, ഞാനും അവളും തമ്മിൽ ഒന്നിച്ച് പോകാൻ വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും വേണ്ടി പറക്കും. അപ്പോൾ ഹരീഷ് പറയും, ഇങ്ങേർക്ക് പ്രാന്താണ്, ഇങ്ങേര് മെല്ലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടണം എന്നൊക്കെ പറയും. എടാ എന്ന് പറഞ്ഞ്. അപ്പോൾ നികേഷും പറയും, അതെ ഇതിന് മരുന്നൊന്നും ഇല്ല, അത് കുശുമ്പാണെന്ന് പറയും. നികേഷിനെ പെട്ടെന്ന് തല്ലാൻ പോകും സുധീഷ്. ഇതിൻ്റെ പേരിൽ ഇവനെങ്ങനെ തല്ലിയ വിവരം അറിയൂട്ടാന്ന് പറയും. അങ്ങനെ ഹരീഷ് പറയും, ഞാൻ പോണു ചേട്ടാന്ന് പറയും. അങ്ങനെ പോകും. ഹരീഷ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നീതു വന്നിട്ടുണ്ടാവും. നീതുവിനോട് വർത്താനം സംസാരിച്ചുകൊണ്ടിരിക്കും. നീതു വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നു. മരം പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി തരാം, ചേട്ടന് എന്ത് വേണേലും ചെയ്യും, ഒരു 2 ബക്കറ്റ് വെള്ളം പോലും കോരാത്ത ചേട്ടന് വേണ്ടി എന്ത് ഇഷ്ടമുള്ള ഭക്ഷണം ചെയ്ത് കൊടുക്കും, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കയറി വരും. അച്ഛൻ വന്നിട്ട് അവൻ നീതുവിനോട് പറയും, വീട്ടിലേക്ക് വാടി എന്ന് പറയും. ഞാൻ വീട്ടിലേക്ക് വന്നോളാം, അച്ഛൻ പൊക്കോന്ന് പറയും. നിന്നോട് പറഞ്ഞിട്ടില്ല ഇവനോട് മിണ്ടരുതെന്ന്, അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹരീഷിനെ ദേഷ്യപ്പെടും. അച്ഛൻ എത്ര പറഞ്ഞാലും ഹരീഷിനെ എനിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം അച്ഛൻ അറിയാല. ആവശ്യമില്ലാത്തതിന് വർത്താനത്തിന് നിൽക്കണ്ട, നീ വീട്ടിലേക്ക് വാടി എന്ന് പറയും. ഞാൻ വരും, അതെൻ്റെയും കൂടി വീടല്ലേ, ഞാൻ വേറെ എവിടേക്ക് പോകാൻ, അച്ഛപ്പോൾ തൽക്കാലം പോകാമെന്ന് പറയും. അങ്ങനെ അയാൾ ഇപ്പോൾ ദേഷ്യപ്പെട്ട് പോകുമ്പോൾ ഹരീഷ് പറയും, എന്തൊരു ധൈര്യമായിട്ട് നിനക്ക് അച്ഛൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കും. പറയേണ്ടി വന്നാൽ പറയാതെ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വന്നതല്ല, ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോകണുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാത്റൂമിൻ്റെ പണി പുരോഗമിക്കുന്ന ടൈലൊക്കെ ഇട്ടുന്ന് കഴിയുമെന്ന് ചോദിക്കും. അത് കഴിയും. അപ്പോൾ നികേഷ് ചോദിക്കുന്നത്, എന്താ ഏട്ടാ നമ്മുടെ വീടിൻ്റെ പണി മാത്രം കഴിയാത്തത്, അങ്ങനെയാടാ, നമ്മൾ മറ്റുള്ളവർക്ക് പണിയെടുക്കണ പോലെ അല്ല, നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മൾ സാവകാശം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സുഭാഷിൻ്റെ നമ്മുടെ സുധീഷ് വിളിച്ച് ചേട്ടൻ അങ്ങോട്ട് വന്നൊരു കാര്യം പറയേണ്ടതെന്ന് പറയും. അങ്ങനെ സുധീഷിൻ്റെ അടുത്തേക്ക് സുഭാഷ് പോകും, കൂടെ നികേഷും പോകുന്നുണ്ട്. എന്താ ഏട്ടാന്ന് ചോദിക്കും. എന്താടാന്ന് ചോദിക്കും. അതല്ല ചേട്ടാ, ഞാൻ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് അവൾ എന്നെയും കാണുന്നത്, നിങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് എന്നെയും കാണുന്നത് എന്ന് പറയും. പിന്നെ അച്ഛൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന ഒരാളും ഒന്ന് പോ ചേട്ടാ, അച്ഛൻ വേറെ ആരുപദേശം നിങ്ങൾക്ക് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സുഭാഷിനോട് ഇങ്ങനെ വിഷമത്തോടെ നമ്മുടെ സുധീഷ് പറയുന്നു, ചേട്ടാ പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യ്, അവൾക്ക് എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനോ, അല്ലെങ്കിൽ എനിക്ക് അവൾ ഇഷ്ടമെന്ന് പറയാനോ, അല്ലെങ്കിൽ അവളോട് എന്നെ സ്നേഹിക്കാൻ പറയാനോ എന്തെങ്കിലും ചേട്ടൻ ചെയ്യ് ചേട്ടാ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ കാല് പിടിക്കുന്നു സുധീഷ്. ഇതിനിടയ്ക്ക് നമ്മുടെ നിധിയും ഭാസ്കരനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാസ്കരൻ്റെ സ്മോൾ അടിക്കുന്നുണ്ട്. മോള് പേടിക്കണ്ട, ഞാനിവിടെ ഇരുന്ന് വീഡിയോ വലിക്കില്ല എന്ന് പറയും. അങ്ങനെ
പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നു പറയുന്നു. ഞാൻ നോക്കി അച്ഛൻ നല്ല ലക്കിയാണല്ലേ നോക്കിയോ. പിന്നെന്താ, എന്നിട്ട് എന്താ സ്വന്തം മക്കൾക്കൊന്നും ഒരു വിലയില്ലാത്തത്? ഈ മക്കളെ കൂടെ നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ആഗ്രഹമില്ലേ? ഏത് ഓണവും വിഷുവൊക്കെ ആകുമ്പോൾ പൂക്കളട്ടും പടക്കം പൊട്ടിച്ചും കൈകൊട്ടി ചിരിച്ചും അങ്ങനെയൊക്കെയാണ് നോക്കും. ആ ആ അതൊന്നും എനിക്കില്ല എന്ന് പറയും. ഞാൻ അവരെ പറക്കം മുറ്റാവുന്നവരെ നോക്കിയിട്ടുണ്ട്. ഇനിയൊക്കെ അവരിഷ്ടമുള്ള പെണ്ണിനെ കൊണ്ടുവരും, ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ അവരെ ഇഷ്ടത്തിന് നമ്മളെ ഇഷ്ടത്തിന് അവരൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കുക, അവരവിടെ നിന്ന് ഇവിടെ നിന്ന് ചാടിപ്പോകാമെന്ന് പറയും. അപ്പം നിധി പെട്ടെന്ന് ഇങ്ങനെ അപ്പോൾ പറയും നിന്നെ ഉദ്ദേശിച്ച് അല്ലാട്ട പറഞ്ഞതെന്ന് പറയും. ഞാനേ ഒരു വീഡിയോ വലിക്കട്ടെ എന്ന് പറയും. അച്ഛനല്ലേ പറഞ്ഞത് വീഡിയോ വലിക്കില്ല എന്ന്. അല്ല ഇവിടെ ഇരുന്ന് വലിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇരുന്നല്ല, എവിടെ ഇരുന്നും വലിക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ പറയും. അപ്പോൾ വേഗം അച്ഛൻ മോള് പറയുന്നത് അനുസരിച്ച് അച്ഛൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ നല്ല സത്യസന്ധതയോടെ ജീവിക്കുന്ന അച്ഛൻ എന്തേ സ്വന്തം മോനെ അമ്മയിൽ നിന്ന് അകറ്റിയത്, സ്വന്തം മോനെ അമ്മനെ കാണിച്ചു കൊടുക്കാത്ത എന്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനൊന്നും മിണ്ടുന്നില്ല. ഈ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് ആ മകനും കിട്ടിയേക്കണ് സുധീഷിന് എന്ന് പറയും. അതിനുശേഷം അപ്പോൾ അയാളൊന്നും മിണ്ടില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്ന പ്രമോ ഭാഗമാണ് നമ്മുടെ ഹരീഷും നീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീതുവിൻ്റെ സഹോദരൻ കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അത് പറഞ്ഞേ മാത്രമല്ല നീതുവിൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. നീതു തല കറങ്ങി വീഴുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സുധീഷിൻ്റെ വിഷമം സുഭാഷിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സഹകരിക്കാനോ ഒന്നും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ. കാരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷിനോടുള്ള നിധിയുടെ സമീപനത്തിൽ മാറ്റം വരുമെന്നുള്ള പേടിയാണ് സുഭാഷിന്. എന്നാലും സുധീഷ് ഇങ്ങനെ കാല് പിടിക്കുന്ന ചേട്ടാ, എൻ്റെ മനസ്സൊന്നും അവളെ മുന്നിൽ തുറക്കുക, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാനൊന്ന് ചേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദയനീയമായിട്ട് നമ്മുടെ സുഭാഷിൻ്റെ കാല് പിടിക്കുന്നുണ്ട് സുധീഷ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.